നമസ്കാരം. ഒടുവിൽ ഇടതു നേതാക്കന്മാർ ഒക്കെ കുടുങ്ങുകയാണ്. വലുതെന്നും ചെറുതെന്നും ഒന്നുമില്ലാതെ തല തൊട്ട് താഴെ വരെ 10 വർഷത്തെ ഇടതു ഭരണത്തിൽ കൈയിട്ട് വാരിയവരും ആനുകൂല്യം പറ്റിയവരും ഒക്കെ പെടും. പിണറായി അല്ലാതെ ഇനി ആര് എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ പാർട്ടി ഓഫീസിൽ പിണറായി വിജയന് വച്ചുപൂജയും ആരാധനയും നേർച്ചയും നടത്തി ഇനി കേരളം പിണറായിയുടെ കുത്തകയാണ്, ആരും ചോദിക്കാനില്ല എന്ന് കരുതിയ എല്ലാവരും ഓടി ഒളിക്കുകയാണ്. ഇന്ന് ജനങ്ങൾ ചോദിക്കുന്നത് മറ്റൊരു ചോദ്യമാണ്. പിണറായിയുടെ കാലത്ത് നടന്നതിന്റെ കണക്ക് എപ്പോൾ പൊതുജനത്തിന് മുന്നിൽ വയ്ക്കും? ആ കണക്ക് പുസ്തകത്തിലേക്ക് ഇപ്പോൾ വീണ്ടും ഒരു പേര് കൂടി എത്തുകയാണ്, PM ആർഷോ. ആരോപണം ആർഷോ കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നതല്ല. പക്ഷേ ഒരു സർവകലാശാലയിലെ അക്കാദമിക് നടപടിക്രമം എങ്ങനെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ സംശയത്തിലേക്ക് എത്തുന്നു എന്നതാണ് ചോദ്യം. MG സർവകലാശാല ആർഷോയുടെ 7ാം സെമസ്റ്റർ പ്രവേശനവുമായി ബന്ധപ്പെട്ട തീരുമാനം വീണ്ടും പരിശോധിക്കാൻ 3-അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്. കാരണം അത്ര ചെറുതല്ല. 6ാം സെമസ്റ്ററിൽ ആർഷോയ്ക്ക് 10% മാത്രം ഹാജരുണ്ടായിരുന്നുവെന്നാണ് സർവകലാശാല അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. എന്നാൽ യൂണിയൻ പ്രവർത്തനങ്ങളുടെ പേരിൽ 27 ദിവസത്തെ ഹാജർ അനുവദിച്ചതായി കോളേജ് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. സർവകലാശാല ചട്ടപ്രകാരം അനുവദിക്കാവുന്ന ഇളവ് 15 ദിവസമാണെന്നിരിക്കെ 27 ദിവസത്തെ ഇളവ് എങ്ങനെ ലഭിച്ചു എന്നതാണ് ഇപ്പോൾ വീണ്ടും അന്വേഷിക്കുന്നത്. ഇവിടെയാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിഘണ്ടുവിലെ ഏറ്റവും മനോഹരമായ വാക്ക് പുറത്തെടുക്കേണ്ടത്: ചട്ടം. സാധാരണ വിദ്യാർത്ഥിയാണെങ്കിൽ ചട്ടം ഇരുമ്പുവാതിൽ. SFI നേതാവാണെങ്കിൽ അതേ ചട്ടത്തിന് പിന്നിൽ ഒരു ചെറിയ ജനൽ തുറക്കപ്പെടുമോ? അതാണ് സംശയമുയർത്തുന്നത്. ഇതിലും രസകരം ആദ്യം സംഭവത്തിൽ നടപടിയെടുത്ത രീതിയാണ്. മുൻ സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ മഹാരാജാസ് കോളേജിലെ മുൻ പ്രിൻസിപ്പലിനെ വിഷയത്തിൽ താക്കീതിൽ ഒതുക്കുകയായിരുന്നു. പിന്നീട് വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന നിലപാടിലേക്ക് സർവകലാശാല വീണ്ടും എത്തി. ഇപ്പോൾ 3-അംഗ സമിതി ആർഷോയുടെ 7ാം സെമസ്റ്റർ പ്രവേശനവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കും. കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ 10 വർഷം ഭരണം നടത്തി. ആ 10 വർഷത്തിനിടെ പാർട്ടി ബന്ധമുള്ളവർക്ക് ഭരണകൂടത്തിന്റെ വാതിലുകൾ എത്രത്തോളം എളുപ്പത്തിൽ തുറന്നുവെന്ന ചോദ്യമാണ് ഇന്ന് പല സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഉയരുന്നത്. ഓരോ കേസിനെയും ഒരൊറ്റ രാഷ്ട്രീയ വിധിയിലേക്ക് വലിച്ചിഴക്കുന്നത് ശരിയല്ല. പക്ഷേ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണോ എന്ന സംശയം ഉയരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന് മറുപടി പറയേണ്ടത് ഭരണകൂടം തന്നെയാണ്. ആർഷോയുടെ കാര്യത്തിലും അതുതന്നെ. ഒരു വിദ്യാർത്ഥിക്ക് 75% ഹാജർ വേണമെന്ന ചട്ടമുണ്ടെങ്കിൽ പാർട്ടി പ്രവർത്തനത്തിന് എത്ര ഇളവ് ലഭിക്കണമെന്നത് രാഷ്ട്രീയ പരിഗണനയല്ല, സർവകലാശാല ചട്ടം തീരുമാനിക്കേണ്ട വിഷയമാണ്. ഇവിടെ 15 ദിവസമാണ് അനുവദനീയമായ പരിധിയെങ്കിൽ 27 ദിവസത്തെ ഇളവ് എങ്ങനെ വന്നുവെന്ന് അന്വേഷിക്കേണ്ടത് സ്വാഭാവികമാണ്. ഈ തീരുമാനം പുനഃപരിശോധിക്കാൻ വെള്ളിയാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് തീരുമാനിച്ചു കഴിഞ്ഞു. തുടരന്വേഷണം നടത്താൻ 3-അംഗ സമിതിയെ നിയോഗിച്ചു. യൂണിവേഴ്സിറ്റിക്ക് വരുത്തിയ മാനഹാനി കൂടി പരിഗണിച്ച് സമഗ്ര അന്വേഷണത്തിനും സിൻഡിക്കേറ്റ് ഉത്തരവിട്ടു. സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ ആൽസൺ മാർട്ട്, ഡോക്ടർ ആതിര പ്രകാശ്, പ്രമോദ്, ഗോപിനാഥ് എന്നിവരാണ് അന്വേഷണ കമ്മിറ്റി അംഗങ്ങൾ. മുൻ ഇടത് സിൻഡിക്കേറ്റ് അംഗമായിരുന്ന P. ഹരികൃഷ്ണൻ കൃത്രിമ രേഖയുണ്ടാക്കി യാത്രാബത്തയിൽ ഉൾപ്പെടെ വൻ സാമ്പത്തിക വെട്ടിപ്പ് നടത്തിയതിൽ സമഗ്ര അന്വേഷണം നടത്തുന്നതിനും സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. അംഗങ്ങളായ ഡോക്ടർ ജോബിൻ ജോസ് ചാമക്കാല, ഡോക്ടർ GS ഗിരീഷ് കുമാർ, ഡോക്ടർ ആൽസൺ മാർട്ട് എന്നിവരാണ് അന്വേഷണ കമ്മിറ്റി അംഗങ്ങൾ. ഇനി ഇടതുപക്ഷത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ആർഷോ മാത്രമല്ല, നമ്മുടെയാൾ എന്ന പരിഗണനയിൽ ഓരോരുത്തർക്കും നിയമത്തിന് മുകളിൽ ഒരു കസേര ഉണ്ടാകില്ല എന്ന് തെളിയിക്കേണ്ട വലിയ ബാധ്യതയാണ്. കസേര സ്ഥിരമല്ല, അധികാരവും പാർട്ടി പതാകയും ഒന്നും സ്ഥിരമല്ല. പക്ഷേ രേഖകൾ സ്ഥിരമാണ്. ഫയലുകൾ സംസാരിക്കും, ചട്ടങ്ങൾ സംസാരിക്കും, രേഖകൾ സംസാരിക്കും, ഒടുവിൽ കണക്കും സംസാരിക്കും. അതിനാൽ ആർഷോയുടെ വിഷയത്തിലും ആരെയും മുൻകൂട്ടി കുറ്റക്കാരനാക്കുന്നില്ല. അന്വേഷണം നടക്കട്ടെ, രേഖകൾ പുറത്തു വരട്ടെ, ഉത്തരവാദിത്വമുള്ളവർ ആരാണെന്ന് വ്യക്തമാകട്ടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്: സഖാവായാൽ ചട്ടം വേറെ, സാധാരണക്കാരനായാൽ ചട്ടം വേറെ എന്ന കേരളം ഇനി ചോദ്യം ചെയ്യാതെ നിലനിൽക്കില്ല. 10 വർഷം അധികാരത്തിന്റെ തണലിൽ വളർന്ന രാഷ്ട്രീയ അഹങ്കാരത്തിന് ഏറ്റവും വലിയ തിരിച്ചടി ജനങ്ങളുടെ ഒരു ചോദ്യമാണ്: നിങ്ങൾ ആരായാലും ശരി, നിയമത്തിന് മുകളിൽ നിങ്ങളുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ആർഷോ മാത്രമല്ല, 10 വർഷം കേരളം ഭരിച്ച മുഴുവൻ ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വവുമാണ്.